ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എണീക്കാൻ കുറച്ച് വൈകിപ്പോയേ. വേറൊന്നുമല്ല, ഇന്നലെ കേക്ക് ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ച് കിടക്കുമ്പോഴേക്ക് സമയം ഒരുപാട് വൈകിപ്പോയി. അപ്പം മക്കൾക്ക് സ്കൂളിൽ പോകണം, സനിഷേട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ പെട്ടെന്ന് എന്താക്കാം എന്നാലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ട ബിരിയാണി ആക്കാം. രാവിലത്തെ ചായക്കടി ഞാനും സനിഷേട്ടനും കഴിക്കില്ല, നമ്മൾ രാവിലെ ഓട്സാണ്. അതുകൊണ്ട് സനിഷേട്ടനെ കൊണ്ടുപോകാനും എനിക്ക് ഉച്ചക്കേക്കും ഇതന്നെ മതി. അപ്പോൾ ഇതാ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടറാണ് ഇട്ടിന്. ബട്ടർ ഇടാനുള്ള കാരണം കേക്ക് ആക്കിയിട്ട് ബാക്കിയില്ല ബട്ടറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇടാം. ഇനിയിപ്പം വെളിച്ചെണ്ണ ആയാലും നെയ്യ് ആയാലും ഒഴിച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഉള്ളി ചേർത്തിട്ടുണ്ട്, ഒരു വലിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും ചേർത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തക്കാളി നന്നോണം വഴണ്ട് കുഴഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. അപ്പോൾ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് എരിവിന്, ഒരുപാട് എരിവ് ആയാൽ മക കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പറങ്കിപ്പൊടിയും ആവശ്യത്തിന് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ബിരിയാണി മസാല ചേർക്കുക, പക്ഷേ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ഗരം മസാലയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചരി വെച്ച് ഇതുപോലെ ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ചില സമയത്തെല്ലാം അങ്ങനെ ആക്കലുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അളന്ന് വെച്ചിട്ടുള്ള 4 ഗ്ലാസ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യം ആണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് ചേർക്കുക. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള അരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടില്ല മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം. മക്കൾക്ക് രണ്ടാൾക്ക് ഇത് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർ വയറ് നിറച്ച് കഴിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ. അച്ചാറും സാലഡും കൂടി വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ സാലഡ് ഞാൻ ആക്കുന്നുണ്ട്. അച്ചാറും മാങ്ങ അച്ചാറുണ്ട്. അപ്പോൾ ഞാനിത് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ആദ്യം ഒന്ന് തിളച്ചതിന് ശേഷം സിമ്മിലിടുക. അപ്പോൾ വെള്ളം വറ്റുമ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വേവുണ്ട്. അപ്പോൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടെ ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം മതിയാവും, അത്രേ വേണ്ടൂ. എന്നിട്ട് സിമ്മിൽ തന്നെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുമ്പോഴേക്ക് നമ്മളെ മുട്ട ബിരിയാണി റെഡിയാവും. അപ്പോൾ രാവിലെ എണീക്കാനൊക്കെ വൈകുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പൊടിക്കൈകൾ നമുക്ക് പ്രയോഗിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് രാവിലത്തതും ഉച്ചക്കത്തതും കൂടി തട്ടിക്കൂട്ടാം. ഇതിൽ പിന്നെ ഒരുപാട് മസാലയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. നമ്മളെ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ബിരിയാണി റെഡിയാക്കിയിട്ടുള്ളത്. ഒരുപാട് മസാലയും ഒക്കെ ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള സിമ്പിൾ ബിരിയാണിയാക്കി കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വിളമ്പിയിട്ട് 2 മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നന്നായിട്ട് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടമായോ? ഒന്ന് ലൈക്ക് ചെയ്യണേ.